കേരളത്തിൽ ഇന്ന് ദളിത് സംഘടനകൾ നടത്തിയ ഹർത്താൽ അക്ഷരാർത്ഥത്തിൽ ആ വിഭാഗക്കാരുടെ ശക്തി പ്രകടനം തന്നെ എന്ന് പറയേണ്ടി വരികയാണ്. ഹർത്താൽ ജനജീവിതത്തെ താറുമാറാക്കി, ഗതാഗതം സ്തംഭിച്ചു. അതൊരു കണക്കിന് തെറ്റു പറയാൻ പറ്റില്ല. നിതിൻ രാജ് എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യയെ തുടർന്ന് അതിന് ആരോപണ വിധേയരായിട്ടുള്ള അധ്യാപകരായിട്ടുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇന്നിപ്പോൾ ഹർത്താൽ ആഹ്വാനം ചെയ്തത്. ഹർത്താലുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ അതിര് കടന്നു പോയെങ്കിലും മറ്റ് ചില കാര്യങ്ങളിൽ അവർ നടത്തിയ പ്രകടനങ്ങൾ അത് കൃത്യമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിന് അവർക്കിടയിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ കുരുതി കൊടുപ്പിനെതിരെ ശക്തമായിട്ടുള്ള ഒരു സന്ദേശമാണെന്ന് പറയേണ്ടി വരികയാണ്. അതിര് കടന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലയിടങ്ങളിൽ ഒരു ക്യാൻസർ പേഷ്യന്റിന് ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്ന് തടഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു സ്ത്രീ കുട്ടിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകാൻ വന്നത് തടഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമാണ്. കാര്യം ഈ ചില സന്ദർഭങ്ങളിലെല്ലാം സമരത്തിന്റെ ആവേശത്തിലോ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായിരിക്കുന്ന ഒരു പ്രകോപനത്തിന്റെ പേരിൽ ചെയ്യുന്നത് എല്ലാം ശരിയാകണമെന്നില്ല. അവിടെയാണ് സമരങ്ങളുടെ പോസിറ്റീവ്നെസ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്ന് ഈ ഹർത്താൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് കേരളത്തിലെ എൻട്രൻസ് പരീക്ഷകളിൽ ചിലതെന്ന് നടക്കുന്നുണ്ടായിരുന്നു. അത് മാറ്റിവെക്കാത്ത നടപടി അത്യന്തം അപലപനീയമാണ്. കാര്യം ഈ ഹർത്താൽ നേരത്തെ പ്രഖ്യാപിച്ചതാണ്, 10 ദിവസങ്ങൾക്ക് മുന്നേ നോട്ടീസ് കൊടുത്തിരുന്നതാണ്. ഹർത്താലിന് ആഹ്വാനം ചെയ്തവർ ഇന്ന് ഹർത്താൽ നടത്തുമ്പോൾ ആ ഹർത്താലിനെ പരിഗണിക്കാതെ എൻട്രൻസ് എക്സാം നടത്തി കുറേയേറെ കുട്ടികൾക്ക് അത് എഴുതാൻ പറ്റാതെ പോയത് അധികൃതരുടെ വീഴ്ചയാണ്. കാര്യം എങ്ങനെയാണ് ഒരു ഹർത്താൽ ഇഫക്റ്റീവ് എന്ന് ആർക്കും അറിയില്ല. കേരളത്തിൽ ഇടതുപക്ഷമോ കോൺഗ്രസോ BJP ഒക്കെ ആഹ്വാനം ചെയ്യുന്ന ഹർത്താലാണെങ്കിൽ മുൻകൂട്ടി അത്തരം പരീക്ഷകളെല്ലാം മാറ്റിവെക്കുന്ന പതിവുണ്ടെങ്കിൽ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിനെ തുടർന്ന് എൻട്രൻസ് പരീക്ഷകൾ മാറ്റിവെക്കാത്തത് അത് ആ ഹർത്താലിനോട് കാണിച്ച ഒരു അവഗണനയാണെന്ന് കൃത്യമായി പറയേണ്ടി വരികയാണ്. ഇതിനു പുറമെ ചിലയിടങ്ങളിൽ പോലീസ് അകാരണമായിട്ടുള്ള ബലപ്രയോഗം നടത്തിയതും ഈ ഹർത്താൽ അനുകൂലികളായിട്ടുള്ളവരെ പ്രകോപിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. കാര്യം അവർ നടത്തുന്ന ഹർത്താൽ അല്ലെങ്കിൽ അവർ ആഹ്വാനം ചെയ്ത ഹർത്താലിന് അവർക്ക് പരിമിതികൾ വെക്കുകയും മറ്റു ചിലർക്ക് അത്തരം പരിമിതികളില്ലാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായ പ്രതികരണങ്ങൾ ചിലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എൻട്രൻസ് പരീക്ഷ നടക്കുന്നു എന്ന കാരണത്താൽ പോലീസുകാർ കുറച്ച് സമയം ഈ റോഡ് ബ്ലോക്ക് ചെയ്യാൻ അനുവദിച്ചതിന് ശേഷം ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചത് കണിയാപുരം പോലുള്ള പ്രദേശത്ത് മംഗലാപുരം SHO ചെയ്തത് കുറച്ച് അവിവേകമായ പ്രവർത്തനമാണെന്ന് പറയേണ്ടി വരികയാണ്. ആ അവിവേകമായ പ്രവർത്തനത്തെ തുടർന്ന് കൂടുതൽ പേർ സംഘടിച്ചെത്തി ദേശീയപാതയിലെ ഗതാഗതം പരിപൂർണമായി സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. വണ്ടി വിട്ടേ പറ്റത്തുള്ളൂ.